ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഈ ഒരു ഫ്ലവർ ഡിസൈൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കുറച്ച് അധികം വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് കൂടി വിചാരിച്ചു. ഈ ഫ്ലവർ ഡിസൈനിൽ മെയിനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് സാറ്റിൻ സ്റ്റിച്ചാണ്. പിന്നെ സ്റ്റെമ്മിനൊക്കെ ഒരു സ്റ്റെം സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 3 ഷെയ്ഡ് ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഫ്ലവർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ആ ഒരു പെറ്റലിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഇതുപോലെ നൂലൊന്ന് കെട്ടിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫുൾ സ്നാങ്സ് ത്രെഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് ഒരു സ്നാങ്സ് ത്രെഡ് എടുത്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഷെയ്ഡ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. എന്തെന്ന് വെച്ചാൽ ലൈറ്റ് ഷെയ്ഡും അതിൻ്റെ നടുവിൽ പൂമ്പൊടിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ത്രെഡുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. ലൈറ്റിൻ്റെ കൂടെ ഒരു ഡാർക്ക് കൂടെ വരുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടാണ് ഒരു ലൈറ്റ് ഷെയ്ഡ് ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ പെറ്റൽസ് എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ക്ലോത്തിൽ ഡിസൈൻ വരച്ച് ഹൂപ്പിലോട്ട് വയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് തുണി ടൈറ്റായി ഇരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. അങ്ങനെ നമ്മളിതേ ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത പെറ്റൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ചെയ്തെടുക്കണം. ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ത്രെഡ് കഴിഞ്ഞു പോവുകയാണെങ്കിൽ അടിഭാഗത്ത് എവിടെയെങ്കിലും ഒന്ന് കെട്ടിട്ട് നിർത്തിയ ശേഷം പിന്നെ വേറൊരു ത്രെഡ് എടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിതേ ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ മറ്റ് 2 ഫ്ലവറും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ 2 ഫ്ലവറും ബാക്കിയുള്ള ഫ്ലവറെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് നടുവിലായിട്ട് നമുക്ക് പൂമ്പൊടിക്ക് വേണ്ടിയിട്ട് ഒരു മെറൂൺ കളർ ത്രെഡ് എടുത്തിട്ട് അതും സാറ്റിൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ റൗണ്ട് ഒന്ന് ഫില്ലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ലൈറ്റ് ഷെയ്ഡ് ഫ്ലവറിനകത്തൊരു ഡാർക്ക് ഷെയ്ഡ് വന്നപ്പോഴുള്ള ആ മാറ്റത്തെ. അങ്ങനെ നമ്മൾ എല്ലാ ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ലീഫ് സ്റ്റിച്ച് ചെയ്യണം. അതിലും ഞാൻ സാറ്റിൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. 2 സൈഡിലേക്കും സ്പ്ലിറ്റ് ചെയ്താണ് സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈറ്റ് കളർ ഫ്ലവറിന് ചേരുന്ന തന്നെ ഒരു ലൈറ്റ് കളർ ഗ്രീൻ ത്രെഡാണ് ലീഫിനും എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കാണാനും നല്ല ഭംഗി തന്നെയുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനൊരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലൊന്ന് എല്ലാ ലീഫുകളും സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് സ്റ്റെമ്മാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. സ്റ്റെമ്മിന് ചെയ്തേക്കുന്നത് സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ്. കുറച്ച് കട്ടിക്ക് തന്നെ ഞാൻ സ്റ്റെം സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു നെസ് തോന്നാനായിട്ട്. ലീഫിന് ചെയ്ത അതേ ത്രെഡ് തന്നെയാണ് സ്റ്റെം ചെയ്യാനായിട്ടും എടുത്തിട്ടുള്ളത്. നമുക്കിനി എല്ലാ സ്റ്റെമ്മും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുപോലൊരു നല്ലൊരു ഫ്ലവർ ഡിസൈനുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.